സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. റോഡുകളിലേക്ക് ഇറങ്ങുന്നത് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുന്നത് പോലെയെന്ന് വിമർശനം. ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടുറോട്ടിലേക്ക് പോകുന്നത്? ജീവൻ കിട്ടിയാൽ കിട്ടി, തിരിച്ചു വന്നാൽ വന്നു. സംസ്ഥാനത്തെ എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഉറപ്പായും പറയാനാകും, സംസ്ഥാനത്തെ റോഡുകളിൽ മഹാഭൂരിപക്ഷവും പൂർണ്ണ ഗതാഗത യോഗ്യമാണ്. സർ, ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. കുണ്ടും കുഴിയും നിറഞ്ഞ തൃശൂർ എടത്തുരുത്തിയിലെ കൂട്ടമംഗലം അയ്യൻപടി റോഡ്. കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പര തുടരുന്നു. നവ കുഴിയടയ്ക്കാം. കണ്ണമാലി ചെല്ലാനം പ്രദേശങ്ങളിലെ കടൽ കയറ്റ പ്രശ്നം പരിഹരിക്കാത്തതിൽ വൻ പ്രതിഷേധം. തീരദേശപാത ഉപരോധിച്ച് നാട്ടുകാർ. ടെട്രോപോഡുകൾ ഉൾപ്പെടെ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം. ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിലേക്ക്. തെരഞ്ഞെടുപ്പിൽ ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി. ഫലം പ്രഖ്യാപിച്ച സീറ്റുകളിൽ ലേബർ പാർട്ടിക്ക് മുന്നേറ്റം. കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകും. രാഹുൽ ഗാന്ധി ദുരന്ത ഭൂമിയായ ഹത്രാസിൽ. പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും ബന്ധുക്കളെ കണ്ടു. ഒന്നാം പ്രതി പ്രകാശ് മധുക്കറെ കണ്ടെത്താനായി 40 അംഗ അന്വേഷണ സംഘം. ആൾദൈവം ഭോലെ ബാബ ഒളിവിൽ തുടരുന്നു. കോപ്പ അമേരിക്കയിൽ സെമി ബർത്ത് ഉറപ്പിച്ച അർജന്റീന. ക്വാർട്ടറിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി. അർജന്റീനയുടെ രക്ഷകനായത് ഗോൾ കീപ്പർ മാർട്ടിനീസ്. യൂറോ കപ്പ് ക്വാർട്ടറിൽ ജർമ്മനി സ്പെയിനിനെയും പോർച്ചുഗൽ ഫ്രാൻസിനെയും നേരിടും. സംസ്ഥാനത്തെ റോഡിലെ കുഴികൾ നിയമസഭയിൽ